പ്രണയിച്ചു പോയ പെൺകുട്ടികളൊക്കെ മനോഹരമായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പഠിക്കണ്ടേ? അപൂർവത്തിൽ അപൂർവമായി രണ്ടുപേർക്ക് ഉദ്യോഗം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നുണ്ടാകും. എന്തുകൊണ്ട്? പ്രണയത്തിന്റെ ഹോർമോൺ 1.5 മുതൽ 2 വർഷം വരെയാണ് സജീവമായിട്ട് നിലനിൽക്കുക. അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. പിന്നെ പണ്ടത്തെ ലോക്യവും ആശ്വാസമൊക്കെ നശിച്ചില്ലാണ്ടാകും. പിന്നെ നഷ്ടബോധങ്ങളെ കുറിച്ചുള്ള ചിന്ത വരും. പിന്നീട് എല്ലാ ബന്ധങ്ങളും പ്രണയബന്ധങ്ങൾ തകർച്ചയിലേക്ക് എത്തിച്ചേരും. ആത്മഹത്യകൾ സംഭവിക്കും. കുഞ്ഞു കുഞ്ഞു മക്കളെ കൊന്നൊടുക്കിയിട്ട് രണ്ടുപേരും ആത്മഹത്യ ചെയ്യും. ഇത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമാണെന്ന് പറയാൻ പാടില്ലേ? അല്ല, ഇവരൊക്കെ കരുതിയ പോലെ എല്ലാവരും ഇഷ്ടമുള്ളവരോടൊപ്പം നടന്ന് പ്രണയിച്ചോളൂ, കാമിച്ചോളൂ എന്ന് പറയണം നമ്മളെല്ലാവരും? പുതിയ കാലത്തെ ചില വാർപ്പ് മാതൃകകൾ അങ്ങനെയാണ്. പെൺകുട്ടികൾക്ക് ഇത് ദോഷം ചെയ്യുമെന്ന് അവരോട് പറയാൻ പാടില്ല എന്ന് ശടിക്കാണ് ചില ആളുകൾ. ചാടിച്ചു കൊണ്ടുപോയിട്ട് അവർ വേശ്യത്തെരുവുകളിൽ വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന് എന്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീപക്ഷ പ്രസിദ്ധീകരണമാകുന്ന വനിതയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അന്നത്തെ വലിയ പോലീസ് ഓഫീസർമാരുടെ റിപ്പോർട്ടാണ്. ചാടിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷത്തെ കുറിച്ച് ഒരു അഡ്രസ് ഇല്ലാന്ന്. റെയിൽവേയിലും മറ്റും കാണുന്ന അബദ്ധങ്ങൾ ഇതാണോ എന്ന് അന്വേഷിക്കണമെന്ന് വനിത ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാം, അത് മാത്രം അടർത്തിയെടുത്തിട്ട് മുസ്ലിയാർ സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. മുസ്ലിയാർ സ്ത്രീ വിരുദ്ധനായതുകൊണ്ടല്ല, സ്ത്രീകൾ മാന്യമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്.